ഇസ്രായേൽ ജനം വലിയ പീഡകൾക്കും സഹനങ്ങൾക്കുമൊക്കെ ഒടുവിൽ അവിടുന്ന് മോചിക്കപ്പെട്ട് യാത്രയാവുകയാണ്. എന്നാൽ ഈ ജനത്തിന് മരുഭൂമിയിൽ ചെലവഴിക്കേണ്ടി വന്ന കാലഘട്ടം ചെറുതല്ല. ഏകദേശം 40 വർഷത്തോളമാണ്. ഇങ്ങനെ ഈ 40 വർഷത്തോളം ഈ ജനം മരുഭൂമിയിൽ കൂടാരങ്ങൾ സ്ഥാപിച്ച് താൽക്കാലിക കൂടാരങ്ങൾ അടിച്ച് താമസിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. ഇങ്ങനെ ഈ 40 കൊല്ലത്തോളം ദൈവം തങ്ങളെ പരിപാലിച്ചതിൻ്റെയും ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ദൈവം തങ്ങൾക്ക് ചൊരിയാൻ പോകുന്ന നന്മകളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ ഒരു നന്ദി പ്രകടനമായിട്ടാണ് ഈ ജനം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ഇവർ വലിയ തീനാളങ്ങൾ തെളിയിച്ചും ഏകദേശം 75 അടിയോളം ഉയരം വരുന്ന തിരുനാളങ്ങൾ സ്ഥാപിച്ചും ഇവരുടെ ആഘോഷം വലിയ അർത്ഥവത്താക്കുന്നു. ഏകദേശം 75 അടിയോളം ഉയരം വരുന്ന തിരുനാളങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ദൈവം തങ്ങൾക്ക് പ്രകാശമായി മാറിയതിനെ ഈ ജനം അനുസ്മരിക്കുന്നു. ഇത്തരമൊരു തിരുനാളിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ക്രിസ്തു അവരോട് പറയുന്നത്, ഞാനാണ് പ്രകാശം. നിങ്ങൾ കൊളുത്തി വച്ചിരിക്കുന്ന ഈ ദീപങ്ങൾ അണഞ്ഞു പോകുന്ന, ഇത് മാറ്റപ്പെടുന്ന ഒരു സമയം വരും. എന്നാൽ ക്രിസ്തു ആകുന്ന പ്രകാശം നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാനാകുന്ന ഈ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല, അണഞ്ഞു പോവുകയില്ല എന്ന വലിയ സന്ദേശമാണ് ക്രിസ്തു ഈ വചനത്തിലൂടെ നൽകുക. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ നിങ്ങൾ മരിക്കും. ഈ വചനത്തിലൂടെ ക്രിസ്തു ഊന്നിപ്പറയുന്നത് ഇത്രമാത്രമേ ഉള്ളൂ, പ്രകാശമായ ക്രിസ്തു, പ്രകാശമായ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ അന്ധകാരത്തിൽ തന്നെ നിങ്ങൾ തുടരുകയാണെങ്കിൽ ഈ അന്ധകാരത്തിൽ നിങ്ങൾ മരിക്കുമെന്നാണ് ക്രിസ്തു ഇവിടെ സന്ദേശം നൽകുക, ക്രിസ്തു ഇവിടെ മുൻകൂട്ടി പറയുക. ഒപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ഈ ലോക ദൗത്യം അവസാനിപ്പിച്ച് ക്രിസ്തു മരണം വരിക്കുമെന്നും ഉത്ഥാനം ചെയ്യുമെന്നും സ്വർഗാരോഹണം ചെയ്യും എന്നുമുള്ള ഒരു മുന്നറിയിപ്പും കൂടി ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഈ വിശുദ്ധ വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ കാണും, ഞാൻ തന്നെ. ഇതിൻ്റെ പിന്നാമ്പുറം കിടക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിലാണ്. അതായത് പഴയ നിയമത്തിൽ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ രൂപത്തിൽ ദൈവം നൽകിയ ഒരു സന്ദേശമുണ്ട്, ഞാൻ തന്നെ. അതേ വാക്യം ക്രിസ്തു ഇവിടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആവർത്തിക്കുകയാണ്. അതായത് ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന അതേ ദൈവം തന്നെയാണ് നിങ്ങളെ ഇപ്പോഴും കാത്തുപരിപാലിക്കുന്നത്, നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പ്രകാശമായി കടന്നു വന്നിരിക്കുന്നത് എന്ന ക്രിസ്തുവിൻ്റെ വലിയ ആഹ്വാനമാണ് നാം ഇവിടെ കാണുന്നത്. ഇങ്ങനെ പ്രകാശം ഉള്ളിലേക്ക് കടന്നു വന്നിട്ടും ഈ ജനം ക്രിസ്തുവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ക്രിസ്തു വ്യക്തമായൊരു മറുപടി നൽകുകയാണ്. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾ അവനെ കാണും. അതായത് ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾ അവനെ തിരിച്ചറിയും. ക്രിസ്തു അവൻ്റെ മഹിമയിൽ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾ അവനെ തിരിച്ചറിയും എന്ന വലിയ ഒരു മുന്നറിയിപ്പ് കൂടെ ക്രിസ്തു കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം ഏതൊരു സാഹചര്യത്തിലും, ഏത് പീഡനങ്ങളിലും, ഏത് കഷ്ടപ്പാടേറിയ സാഹചര്യങ്ങളിലും പിതാവായ ദൈവത്തോടുള്ള കൂറ്, പിതാവായ ദൈവത്തോടുള്ള ഒരു സ്നേഹം ദൈവം, അതായത് ഈശോ പ്രകടിപ്പിക്കുകയാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ തൻ്റെ പിതാവിൻ്റെ ദൗത്യ നിർവഹണത്തിനായി താൻ ഏറ്റെടുക്കേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളെയും എല്ലാ ത്യാഗങ്ങളെയും ക്രിസ്തു ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ പ്രകാശിതമായിരിക്കുന്ന ഈ ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവനെ പിൻചെന്ന് ഞാനും ഈ ലോകത്തിൽ ഒരു പ്രകാശമായി മാറുവാനായിട്ടും ഒരിക്കലും അണഞ്ഞു തീരാത്ത വലിയ സന്ദേശമായി മാറുവാനായിട്ടും നമുക്കും സാധിക്കണം. ദൈവം തുണയ്ക്കട്ടെ. ആമേൻ.